Hello friends, ഇന്ന് നമ്മൾ ഇവിടെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് OnePlus 7 Proന്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് Nebula Blue ആണ്. നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല, പക്ഷേ ഓൺലൈൻ ആയിട്ട് വാങ്ങിയതാണ്. ഓക്കേ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus 7 Pro. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടി ഒരു പേപ്പർ ഉണ്ട്, എന്താ നോക്കാം. ജസ്റ്റ് ഇതൊരു പാക്കിംഗ് ലിസ്റ്റ് ആണ്, ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ബോക്സിൽ എന്താ നോക്കാം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു റെഡ് കവറാണ് കാണുന്നത്. കളറൊക്കെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇതിന് മുന്നേ ഉള്ള ഫോണൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ വൈറ്റ് ബോക്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് ആണ്. അപ്പോൾ ഇതിന് ഒരു ഡിഫറൻസ് ഉണ്ട് കാണാൻ. ഇതൊരു റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു കവറാണ്, ഫോണിന് വേണ്ട ഇങ്ങനെ ഒരു കവറാണ് വന്നിട്ടുള്ളത്. സിമ്മിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പിന്നാണ്. ജസ്റ്റ് ഇത് OnePlus 7 Proനെ പറ്റി പറയുന്ന കുറച്ച് സേഫ്റ്റി ഇൻഫർമേഷൻസ് ഒക്കെയുള്ള ഒരു കുഞ്ഞു ബുക്ക്ലെറ്റ് ആണിത്. അപ്പോൾ നമുക്ക് പതുക്കെ ഫോൺ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlus 7 Pro. Nebula Blue ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, Nebula Blue ആണ്. നമുക്കിത് പതുക്കെ ഒന്ന് നോക്കാം, ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. വാവ്, സൂപ്പർ കളറാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു പ്രത്യേക ഷൈനിങ് ഒക്കെ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ്. OnePlus എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. OS വരുന്നത് Android Pie with Oxygen OS 9 ആണ്. അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേയെ പറ്റി പറയുകയാണെങ്കിൽ 6.67 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. ഫ്ലൂയിഡ് അമലേഡ് കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 19 Hz ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് പ്രോസസ്സറാണ്. ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 855 പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഗെയിം ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്, കാരണം വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ബാറ്ററി കൺസംപ്ഷൻ ലോ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇനി ഈ ബോക്സിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ബോക്സിൽ വന്നിട്ടുള്ള ചാർജർ. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ കഴിയും. മറ്റ് ചാർജേഴ്സിൽ നിന്ന് യൂഷ്വലി നമുക്ക് കിട്ടുന്ന ചാർജേഴ്സിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. അതായത് ഇതിന് 2 പിന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് US നിന്ന് ഡെലിവർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ 2 പിൻ ചാർജർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്താ ഉള്ളത് നോക്കാം.
ഇതിൻ്റെ കൂടെ ഒരു കണക്റ്റിംഗ് കേബിൾ ഉണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് കണക്റ്റിംഗ് കേബിൾ വരുന്നത്. USB-C ടൈപ്പ് ആണ് ഈ കണക്റ്റിംഗ് കേബിൾ. പിന്നെ വേറെ ഒന്ന്, നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ ഹെഡ്ഫോൺ ഇല്ല. ഇനി നമുക്ക് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓൺ ബട്ടൺ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത് കാണുന്നതാണ് ഓൺ ബട്ടൺ. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തിനാന്നുള്ളത് നോക്കാം. അതൊക്കെ ഓണായി ബൂട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയെ പറ്റി പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ ഫ്ലാറ്റ് സ്റ്റോറേജ് 3 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ് ഈ UFS 3 എന്ന് പറയുന്നത്. ഇനി ഇൻറ്റേർണൽ മെമ്മറി പറ്റി പറയുമ്പോൾ, സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ 256 GB ആണ് ഇതിൻ്റെ മെമ്മറി വരുന്നത്. അതുപോലെ തന്നെ റാം 2 വേരിയൻസ് ആയിട്ടാണ് വരുന്നത്. 8 GB നമുക്ക് യൂസ് ചെയ്യാം, 12 GB ഉണ്ട്. പിന്നെ നമുക്ക് ഐഫോണിലൊക്കെ ഉള്ള പോലെ എക്സ്റ്റേണൽ മെമ്മറി ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കാർഡ് സ്ലോട്ടൊന്നും വേറെ ഇല്ല. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. ഈ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമ്മുടെ ഫോണ് ചാർജ് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റ് ആവില്ല. അതുപോലെ തന്നെ ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചാർജിൽ കുത്തിയിട്ടുകൊണ്ട് തന്നെ ഗെയിം കളിക്കാം. നമ്മുടെ ഫോണ് ഒരിക്കലും ഹീറ്റ് ആവുന്ന പ്രശ്നം അവിടെ വരുന്നില്ല. പിന്നെ ഇതിൽ അവർ പറയുന്നത്, അതായത് കമ്പനി അവകാശപ്പെടുന്നത് 10 ലെയേഴ്സ് ഓഫ് കൂളിംഗ് ലെയേഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. സോ അതുകൊണ്ട് ഫോൺ ഹീറ്റ് ആവാത്തത് കൊണ്ട് നമുക്ക് ഒപ്റ്റിമൽ പെർഫോമൻസ് ആയിരിക്കും ത്രൂ ഔട്ട് ഉണ്ടാവുക. ഇതിൽ വരുന്നത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്. ഇനി ഇതിൻ്റെ സൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അതായത് ഡോൾബി അറ്റ്മോസ് സൗണ്ടാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൽ ഫ്നാറ്റിക് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഗെയിമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവാതെ നമുക്ക് കളിക്കാം. ഇനി ഈ ഫോണ് ഏതൊക്കെ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയാം. മിറർ ഗ്രേ, ആൽമണ്ട്, നെബുല ബ്ലൂ, ഈ 3 കളേഴ്സിലാണ് ഈ OnePlus 7 Pro അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഫോണിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ബിൽറ്റ് ഇൻ സ്ക്രീൻ റെക്കോർഡർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ ക്യാമറയെ പറ്റി പറയാം. അപ്പോൾ ഇതിൽ ഉള്ളത് റെയർ ക്യാമറയെ പറ്റി പറയുമ്പോൾ ഇതിൽ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. അത് 48 മെഗാ പിക്സൽ, 16 മെഗാ പിക്സൽ, 8 മെഗാ പിക്സൽ, ഇങ്ങനെയാണ് ട്രിപ്പിൾ ക്യാമറ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 48 മെഗാ പിക്സലിൻ്റെ എടുത്താൽ അതിൽ വൈഡ് ഫോട്ടോസാണ് എടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതിൻ്റെ അപ്പർച്ചർ വരുന്നത് f1.6 ആണ്. ഇനി നമ്മൾ 16 മെഗാ പിക്സലിനെ പറ്റി നോക്കിയാൽ അത് അൾട്രാ വൈഡ് ഫോട്ടോസ് എടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് f2.2 ആണ്. അതുപോലെ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് 117 ഡിഗ്രിയാണ്. ഇനി 8 മെഗാ പിക്സലിൻ്റെ എടുത്താൽ അതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് f2.4 ആണ്. അതുപോലെ തന്നെ അത് ടെലിഫോട്ടോ ലെൻസാണ്. പിന്നെ നമുക്ക് ഈ ക്യാമറ യൂസ് ചെയ്തിട്ട് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 3x ടൈംസ് ഒപ്റ്റിക്കൽ സൂം ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റ് സ്കേപ്പ് 2.0 ആണ്. അതായത് നമുക്ക് രാത്രിയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അത് രാത്രി ആ ഫോട്ടോ എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റും അതുപോലെ തന്നെ ഡീറ്റെയിൽഡും ആയിരിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ റെയർ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ അത് വരുന്നത് 16 മെഗാ പിക്സലാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പോപ്പപ്പ് മെക്കാനിസം ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പർച്ചർ എന്ന് പറയുന്നത് f2.0 ആണ് വരുന്നത്. 25 mm വൈഡ് ലെൻസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് എന്താണ്, പഞ്ച് ഹോളോ അതുപോലെ തന്നെ നോച്ചോ ഒന്നും ഇതിലില്ല. പിന്നെയുള്ളത് ഇവർ, അതായത് ഇത് നമ്മളിപ്പോൾ നമുക്ക് എല്ലാം ഉള്ളൊരു ഡൗട്ടാണ്. അതായത് നമ്മൾ പോപ്പപ്പ് മെക്കാനിസം ആയതുകൊണ്ട് ഇതിനെന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്, അല്ലേ, സെൽഫി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, എത്ര ടൈംസ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവർ തന്നെ ടെസ്റ്റ് ചെയ്തതാണ്. ഇതിന് അതായത് നമ്മളിപ്പോൾ ഒരു 150 സെൽഫീസ് എടുക്കുകയാണ് പെർ ഡേ, ഒരു 150 ടൈംസ് ഈ പോപ്പപ്പ് മെക്കാനിസം യൂസ് ചെയ്താൽ പോലും ഇതൊരു 5.5 വർഷത്തോളം നമുക്ക് ഒന്നും പറ്റാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്.
ഇനിയിപ്പോൾ നമ്മൾ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പോപ്പപ്പ് ക്യാമറ താഴേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പേടിയായിരിക്കും എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. എന്നാൽ ഒന്നും പറ്റില്ല, അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഉള്ളിലേക്ക് പോയിക്കോളും. ഇനി നമുക്കിതിൻ്റെ ബാറ്ററിയെ പറ്റി നോക്കാം. ബാറ്ററി വരുന്നത് നോൺ റിമൂവബിൾ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ തന്നെ ചാർജിങ് എന്ന് പറയുന്നത് 30 വാട്ട് വാപ്പ് ചാർജിങ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടെക് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.